ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജീവിനെ തട്ടിമറിച്ചിട്ട് എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ നല്ല സ്പീഡിൽ കാർ ഓടിച്ച് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അടി വൈജയന്തിക്ക് കിട്ടുമെന്ന് വൈജയന്തി ഒട്ടും തന്നെ പ്രതീക്ഷിക്കില്ല. വൈജയന്തി മാത്രമല്ല, രാജീവനോ അല്ലെങ്കിൽ രോഹിത്തോ ബബിതോ ഒന്നും വിചാരിക്കുന്നില്ല അലീനയുടെ കൂടെ ബാലചന്ദ്രൻ പോകും എന്നുള്ളൊരു കാര്യം. ആ ഒരു ഞെട്ടലിലാണ് കേട്ടോ രാജീവനും വൈജയന്തിയും ഒക്കെ. അങ്ങനെ അവർ കൂടി ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. ഉടനെ തന്നെ രാജീവൻ പറയാണ് രോഹിത്തിനോടും ഹരിയോടും എത്രയും പെട്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാൻ. അങ്ങനെ രാജീവൻ പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും വൈജയന്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ, അലീന ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവനും കൂടെ പോകുന്നു, ഇനിയിപ്പോൾ അവൻ തിരിച്ചു വന്നില്ലേ നീ എന്ത് ചെയ്യും വൈജയൻ എന്നൊക്കെ ചോദിച്ച് വൈജയന്തിനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അലീന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ അടുത്ത് ചെന്നിട്ട് കാറിൽ കയറാൻ പറയണം. അപ്പോൾ അലീന കൂട്ടാക്കുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ തന്നെ ബാഗും കവറൊക്കെ എടുത്തിങ്ങാണ്ട് കാറിലേക്ക് വെച്ചിട്ട് നിർബന്ധപൂർവ്വം അലീനനെയും കൂട്ടി പോവുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. ഇതേ സമയം രാജീവൻ തിരിച്ചു ചെന്ന് കമലടത്തിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട് ഇനി ബാലേന്ദ്രൻ എങ്ങാനും അലീനനെയും കൂട്ടി തിരികെ ആ വീട്ടിലേക്ക് എന്നെ ചെന്ന് കയറുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ബാലേന്ദ്രൻ വേറെ എവിടെ ഒരു റൂം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അലീനയോട് പറയുകയാണ് നീ അങ്ങനെ വിട്ടു പോകരുത്, ഒരിക്കലും പോകണ്ട, കാരണം എൻ്റെ കുടുംബം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നിനക്കും കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ അലീനയോട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തി ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അലീനയും പോയി, ബാലേന്ദ്രനും പോയി, കൃഷ്ണമോളും പോയി. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.